അമേരിക്ക ചതിയിലൂടെ കൈവശപ്പെടുത്തിയ റഷ്യയുടെ വലിയ ഭൂപ്രദേശം 17,17,856 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള ഈ പ്രദേശം നമ്മുടെ ഇന്ത്യയുടെ പകുതിയോളമെങ്കിലും വരും. 1867 അന്നത്തെ അലാസ്കയിലെ രാജാവിന് $7.2 മില്യൺ തുകക്ക് പകരമുള്ള സ്വർണം നൽകിക്കൊണ്ടാണ് അമേരിക്ക ആ വലിയ ഭൂപ്രദേശമായ അലാസ്ക വേണം എന്ന് പറയുന്നത്. അങ്ങനെ അന്ന് ആ രാജാവിന് ഇത്രയും തുകക്ക് സമാനമായ സ്വർണം നൽകി അമേരിക്ക അലാസ്ക സ്വന്തമാക്കി. ഈ അലാസ്ക ഞങ്ങളുടെ മണ്ണാണ്, ഞങ്ങളുടെ രാജാവിനെ കബളിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ ആണ് അമേരിക്ക ഈ പ്രദേശം കൈവശപ്പെടുത്തിയിരിക്കുന്നത്. അത് തിരികെ വേണമെന്നാണ് റഷ്യ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നേരത്തെ മുതൽ ഈ ആവശ്യമുണ്ടെങ്കിലും ഇപ്പോൾ ഇതു സംബന്ധിച്ച വലിയ ചർച്ചകൾ തന്നെ നടക്കുകയാണ്. അതിനിടെയാണ് ദുരൂഹമായ ഒരു ഇടപെടൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് പ്രകാരം 2 പ്രതിരോധ സേനാ യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെ റഷ്യയുടെ ആണവ യുദ്ധവിമാനം അലാസ്കക്ക് മുകളിലൂടെ നീണ്ട 15 മണിക്കൂർ പറന്നു എന്നതാണത്. എന്താണ് അലാസ്ക? എന്താണ് റഷ്യയും അമേരിക്കയും ഈ പ്രദേശത്തിന്മേലുള്ള അവകാശവാദം ഉന്നയിക്കുവാനുള്ള പ്രധാന കാരണം? ഒന്നാമത്തേത് ഭൂമിശാസ്ത്രപരമായ കാരണമാണ്. അതിലെ വഞ്ചനയും രാഷ്ട്രീയവും വേറെ. അതിനാദ്യം അലാസ്കയെ കുറിച്ച് പഠിക്കണം. അമേരിക്കയുടെ ഏറ്റവും വലുതും 49ാമത്തേതുമായ സംസ്ഥാനം. പക്ഷേ അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭൂമിയെ അല്ല ഈ സംസ്ഥാനം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അമേരിക്കയ്ക്കും അലാസ്കയ്ക്കും നടുവിൽ കാനഡ എന്ന രാജ്യമുണ്ട്. കാനഡയോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനമാണ് അലാസ്ക. അലാസ്കക്കാർക്ക് മറ്റ് അമേരിക്കൻ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ കാനഡയ്ക്ക് മുകളിലൂടെ പറന്നു വേണം പോവാൻ. റഷ്യയ്ക്കും അലാസ്കയ്ക്കും ഇടയിൽ ബെറിങ് കടലാണ്. ഈ കടലിനിടയിൽ 2 ചെറുദ്വീപുകളുണ്ട്. വലിയ ഡയമണ്ട് ദ്വീപും ലിറ്റിൽ ഡയമണ്ട് ദ്വീപും. ഈ ദ്വീപുകളിലേക്ക് റഷ്യയിൽ നിന്നും യഥാക്രമം 3.5-ഉം 8-ഉം കിലോമീറ്ററാണ് വ്യത്യാസവും ദൂരവുമുള്ളത്. എല്ലാ കാലത്തും ഈ കടലും പ്രദേശവും തണുത്തുറഞ്ഞ ഐസ് കട്ടകൾ കൊണ്ടും മഞ്ഞുവീഴ്ചകൾ കൊണ്ടും ശൈത്യം തന്നെ നൽകും. അതിശൈത്യമുള്ള കാലഘട്ടങ്ങളിൽ ഇരു ദ്വീപുകളിലേക്കും ആളുകൾ കാൽനടയായി യാത്ര ചെയ്യുമത്രേ. തണുത്തുറഞ്ഞ ഐസ് കട്ടകളിലൂടെ യാത്ര ചെയ്യാം എന്നതാണ് ഇതിന് കാരണം. ഡാനിഷ് പര്യവേഷകനായ വിറ്റസ് ബെറിങ്ങിന്റെ പേരിലാണ് ബെറിങ് കടലിടുക്ക് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ഇത്തരമൊരു പ്രദേശം ഇവിടെ കണ്ടെത്തുന്നത്. എന്താണ് അലാസ്ക, ആരുടേതാണ് അലാസ്ക എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തുന്നത്. ഇത് രാഷ്ട്രീയമാണ്. 1732 മുതൽ 1867 വരെയുള്ള കാലഘട്ടം വരെ അലാസ്ക റഷ്യയുടേതായിരുന്നു. റഷ്യയുടെ കോളനിയായി നിലനിന്നിരുന്ന റഷ്യൻ സംസ്കാരവും റഷ്യൻ പൈതൃകവും ഉൾക്കൊള്ളുന്ന പ്രദേശമായിരുന്നു അലാസ്ക. 1867 US സ്റ്റേറ്റ് സെക്രട്ടറി വില്യം സേവാർട്ട് അലാസ്കയെ അവിടുത്തെ നാട്ടുരാജാവിൽ നിന്നും $7.2 മില്യൺ സ്വന്തമാക്കുകയാണ്. അമേരിക്ക ഇത്തരത്തിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഭൂസ്വത്തുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ സ്വന്തമാക്കിയതാണ് ഈ പ്രദേശവും. ഈ വലിയ ഭൂപ്രദേശം അനവധി ധാതുധവണങ്ങളാൽ സമ്പന്നമാണ്. പെട്രോളിയം, ഇരുമ്പ് അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ശേഖരങ്ങൾ ധാരാളമുള്ള സമ്പൽ സമൃദ്ധമായ ഒരു പ്രദേശം കൂടിയാണ് ഈ പറയുന്ന അലാസ്ക. അലാസ്കയിലെ ആ കാലഘട്ടത്തിലെ രാജാവിനെ അമേരിക്ക ഭീഷണിപ്പെടുത്തിയോ ചതിച്ചോ കൈവശപ്പെടുത്തിയതാണ് എന്നാണ് റഷ്യക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി തിരികെ വേണം എന്നാണ് റഷ്യയുടെ വാദം. 1-ാം ലോകമഹായുദ്ധ കാലത്തിന് ശേഷം അലാസ്കയും റഷ്യയും തമ്മിൽ ആളുകൾ യാത്രകൾ ചെയ്തിരുന്നു. എന്നാൽ 2-ാം ലോകമഹായുദ്ധവും ശീതയുദ്ധവും വന്നതോടുകൂടി അമേരിക്ക അലാസ്കയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ മതിലുകൾ പണിതു. ഐസ് കർട്ടൻ എന്നാണ് ഈ മതിലിനെ റഷ്യക്കാർ വിശേഷിപ്പിക്കുന്നത്. റഷ്യക്കിപ്പോൾ ഈ പ്രദേശം വേണം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈയിടെ റഷ്യക്കാരോട് പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അലാസ്ക വേണ്ട എന്നാണ്. പുടിൻ പറയുന്നു, അലാസ്ക 19-ാം നൂറ്റാണ്ടിൽ എപ്പോഴോ വിറ്റു. ഏതാണ്ട് അതേ സമയത്താണ് ലൂസിയാനയെ ഫ്രഞ്ചുകാർ അമേരിക്കക്ക് വിറ്റത്. ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ അഥവാ $7.2 മില്യൺ അഥവാ അതിൻ്റെ തത്തുല്യമായിട്ടുള്ള സ്വർണത്തിലാണെങ്കിലും എന്ന് പറഞ്ഞാണ്. അഥവാ ഈ ഡോളറിന് തുല്യമായ സ്വർണമായിരുന്നു അന്നത്തെ രാജാവിന് അമേരിക്ക നൽകിയത്. അങ്ങനെയായിരുന്നു അന്നത്തെ ഇടപാട് നടന്നത്. അലാസ്കയുടെ വാങ്ങലിന് വില കുറഞ്ഞ ഒന്ന് എന്നാണ് പുടിൻ അന്ന് പറഞ്ഞത്. ഇത്
പറയുന്നത് 2014 ഇതാണ് ചതിയിലൂടെ അലാസ്കയെ അമേരിക്ക കൈവശപ്പെടുത്തി എന്ന് റഷ്യക്കാർ വിശേഷിപ്പിക്കുവാനുള്ള പ്രധാന കാരണം. ഈ വാങ്ങലിനെ ഐസ്ക്രീമിയ എന്നും കൂടി തമാശയായി അവർ വിളിക്കാറുണ്ട്. ഇന്നും അലാസ്കയിൽ നിരവധി ചരിത്രപരമായ റഷ്യൻ കെട്ടിടങ്ങളുണ്ട്. ഏകദേശം 80 അലാസ്ക കമ്മ്യൂണിറ്റികളിൽ സജീവമായ റഷ്യൻ ഓർത്തഡോക്സ് പള്ളികളുണ്ട്. അവയിൽ പലതും ഇപ്പോഴും പഴയ രീതിയിലുള്ള റഷ്യൻ ഓർത്തഡോക്സ് കലണ്ടറുകൾ ഉപയോഗിക്കുകയും പാശ്ചാത്യ കലണ്ടറുകളിൽ ജനുവരി 7 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. റഷ്യയുടെ കോളനിവൽക്കരിച്ച പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന അലാസ്കയിലെ തദ്ദേശീയരായ പലർക്കും റഷ്യൻ കുടുംബ വേരുകൾ ഇപ്പോഴും അവിടെയുണ്ട്. റഷ്യൻ പേരുകൾ അലാസ്കയുടെ ഭൂമിശാസ്ത്രപരമായ ഭൂപ്രകൃതിയെ അടയാളപ്പെടുത്തുന്നുണ്ട്. ശീതയുദ്ധകാലത്തൊഴികെ ബെറിംഗ് കടലിടുക്കിന്റെ ഇരുവശങ്ങളിലുമുള്ള അലാസ്കൻ റഷ്യൻ സ്വദേശികൾ പതിവ് സന്ദർശനങ്ങളൊക്കെ നടത്തിയിരുന്നു. സീസൺ ഉത്സവങ്ങൾ, ഉപജീവന വ്യാപാര ബന്ധങ്ങൾ എന്നിവയൊക്കെ ഇരുവരും തമ്മിൽ നടന്നിരുന്നു. ശീതയുദ്ധകാലത്ത് അലാസ്കക്കാർ റഷ്യക്കും അലാസ്കയ്ക്കും ഇടയിലുള്ള അടച്ച അതിർത്തിയെ ഐസ് കർട്ടൻ എന്ന് പിന്നീട് വിശേഷിപ്പിക്കപ്പെടുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റിലെ മറ്റേത് സർവകലാശാലകളെക്കാളും അലാസ്ക സർവകലാശാലയുടെ ക്യാമ്പസുകളിൽ കൂടുതൽ വിദ്യാർത്ഥികളും പഠിക്കുന്നത് റഷ്യക്കാരായ വിദ്യാർത്ഥികളാണ്. ഇത്തരത്തിൽ അലാസ്ക ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികപരമായും മറ്റും ഏറെ സാമാന്യതയും സാധ്യതകളും ഒക്കെ നിലനിർത്തുന്നത് റഷ്യയുമായിട്ടാണ്. ഇതാണ് അലാസ്ക തിരികെ വേണം എന്ന ആവശ്യത്തിന് റഷ്യയെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു കാരണം. ഈ ആവശ്യം റഷ്യ ശക്തമാക്കുകയാണ്. 2014 റഷ്യ ഏറ്റവും അവസാനമായി വളരെ ശക്തമായിട്ടുള്ള ഈ അലാസ്ക തിരികെ വേണമെന്ന ക്യാമ്പയിൻ റഷ്യക്കകത്ത് റഷ്യക്കാർ നടത്തുന്നത്. അലാസ്ക ബാക്ക് ടു റഷ്യ എന്നായിരുന്നു അന്നത്തെ അവരുടെ ക്യാമ്പയിന്റെ ടാഗ് ലൈൻ പോലും. 42,000 മെയിലുകളാണ് വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗികമായ ജിമെയിലിലേക്ക് റഷ്യക്കാർ അയച്ചിരുന്നത്. പിന്നീട് ജിമെയിലും അമേരിക്കയും ഒക്കെ ആ മെയിലുകൾ ഒഴിവാക്കുകയും അത് വലിയ ചർച്ചകളിൽ വരാതെ നോക്കുകയും ഒക്കെ അവർ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഇതേ ആവശ്യം ഉന്നയിക്കുകയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈൻ റഷ്യ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ റഷ്യയെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ റഷ്യയെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കുക എന്ന അജണ്ടയുമായി അമേരിക്ക മുന്നോട്ട് പോകുമ്പോൾ റഷ്യ അമേരിക്കകത്ത് പുതിയ ഒരു തർക്കത്തിന്റെ സാധ്യതകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് റഷ്യയുടെ ഏറ്റവും അപകടകാരിയായ ഒരു ആണവ വിമാനം തന്നെ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള സൈനിക സാന്നിധ്യമുള്ള അമേരിക്കൻ സംസ്ഥാനമായ ഒരു പ്രദേശത്തേക്ക് കടന്നു ചെന്ന് നീണ്ട 15 മണിക്കൂർ ആ പ്രദേശത്തിന്റെ അതിർത്തിയിലൂടെ നിരീക്ഷണ പറക്കൽ നടത്തി എന്നത് അമേരിക്കയെ അതിൻ്റെ രാഷ്ട്രീയത്തെയും വളരെ ആകുലപ്പെടുത്തുന്നതും അതോടൊപ്പം ലോകരാഷ്ട്രീയത്തിൽ ചർച്ചയാക്കുന്നു. ഏതായിരുന്നാലും അമേരിക്കയുമായൊരു തുറന്ന ഒരു പോരാട്ടത്തിന് റഷ്യ തയ്യാറാകുന്നു എന്ന സൂചന തന്നെയാണ് ഇതുമൂലം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, ഇതൊരു പുതിയ ലോകരാഷ്ട്രീയത്തിന്റെ സമവാക്യത്തിലെ പുതിയ ഏടുകൾ തുറക്കുകയുമാണ്. ഏതായിരുന്നാലും റഷ്യയും അമേരിക്കയും ഏതെങ്കിലും തരത്തിലുള്ള തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ബാധിക്കുന്നത് അമേരിക്കയുടെ 49ാമത്തെയും ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ ഒന്നാമത്തെ സംസ്ഥാനത്തെയുമാണ് ബാധിക്കുക. അത് തന്നെയായിരിക്കും റഷ്യ ലക്ഷ്യം വെക്കുകയും ചെയ്യുക എന്നതും വ്യക്തമാണ്. ഏതെങ്കിലും തരത്തിൽ റഷ്യയിലേക്ക് ആക്രമണം നടത്തണം എന്ന് അമേരിക്ക ചിന്തിക്കുകയാണെങ്കിൽ ഇതേ അലാസ്കയെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും റഷ്യയെയും ആക്രമിക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള നേരിട്ടുള്ള ആക്രമണങ്ങൾ നമുക്ക് ഊഹിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാകുമെന്ന് സങ്കല്പിക്കാനും ഒക്കെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. ഇനി അങ്ങനെ സംഭവിച്ചാൽ ഇവർ രണ്ടുപേരും ലക്ഷ്യം വെക്കുന്നത് ഈ അലാസ്കയായിരിക്കും. അലാസ്കയെ കേന്ദ്രീകരിച്ചായിരിക്കും അമേരിക്കയുടെ സൈനിക നീക്കം റഷ്യക്ക് നേരെ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ റഷ്യ ടാർഗറ്റ് ചെയ്യുന്നതും ഇതേ അലാസ്കയായിരിക്കും. അത് അമേരിക്കയെ ആക്രമിക്കുക എന്നതിനപ്പുറത്തേക്ക് അമേരിക്കയുമായിട്ടൊരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു തർക്കത്തിലൂടെ അമേരിക്കയെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുക അല്ലെങ്കിൽ അമേരിക്കയെ നേരിട്ട് യുദ്ധത്തിലേക്ക് വലിച്ച് കൊണ്ടുവരിക എന്നതൊക്കെയുള്ള റഷ്യൻ തന്ത്രങ്ങളുമൊക്കെ മറുഭാഗത്ത് റഷ്യയും പയറ്റും എന്നുള്ളതാണ് ഈ അലാസ്ക സംബന്ധിച്ചുള്ള വലിയ പ്രശ്നങ്ങൾക്ക് മേൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന പല രാഷ്ട്രീയ സാമൂഹികക്കാരുടെ. ഏതായിരുന്നാലും റഷ്യ ഇത്തരത്തിലുള്ള ഒരു ആണവ യുദ്ധ വിമാനം അമേരിക്കൻ അതിർത്തിയിലൂടെ പറത്തി എന്നത് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നാണക്കേടാണ്. അതോടൊപ്പം തന്നെ അവരുടെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച അല്ലെങ്കിൽ ദൗർബല്യം സംബന്ധിച്ചിട്ടുള്ള വലിയ ചർച്ചകളിലേക്ക് കൂടി ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും എന്നതുമൊക്കെയാണ് ഈ രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുക. Waytonikah.com, the exclusive Muslim matrimonial site.